ഒരുപാട് നാളായി വിചാരിക്കുന്ന ഒരു ഹോം ടൂർ ചെയ്യണമെന്ന്. വലുതായിട്ടൊന്നുമില്ല, ചെറിയൊരു ഹോം ടൂർ. അപ്പോൾ ഇന്നൊരു ഹോം ടൂർ ചെയ്യാമല്ലേ. എൻ്റെ ഹോം ടൂറിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ട്രെയിൻ. ആദ്യമൊക്കെ ഈ സൗണ്ട് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു, പക്ഷെ ഇപ്പോൾ പ്രശ്നമില്ല, അതൊക്കെ ഒരു ശീലമായി വന്നു. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ ദിവസമായി വീഡിയോ എടുക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നു, പക്ഷെ സമയം കിട്ടലില്ല. ഇപ്പോൾ മോള് നല്ല ഉറക്കമാണ്, അതുകൊണ്ട് ഇന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ച്. നല്ല ഉറക്കമാണ്, നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ആൾ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഇതാണ് ഹാള്, ചെറിയൊരു ഹാള് അത്രയേ ഉള്ളൂ. പിന്നെ 2 ബെഡ്റൂം, താഴെയും ഒരു ബെഡ്റൂം മുകളിലും, അങ്ങനെയാണ്. അകത്ത് വെളിച്ചം കുറവാണ്, ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ബെഡ്റൂമാണ് ഇത്. ഒരു ചെറിയൊരു കട്ടിലും ഒരു ദിവാനിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ കാര്യമായിട്ടൊന്നുമില്ല, ഒരു ചെറിയൊരു അലമാരി. പിന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണിത്. ഇതിൻ്റെ അകത്തും അതുപോലെ തന്നെ ഒരു കട്ടിലും പിന്നെ ബാത്റൂമുണ്ട്. റൂമിൽ തന്നെ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. വെളിച്ചത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണൊന്നും ക്ലിയറായിട്ട് കാണാത്തത്. പിന്നെ നമ്മളിനി അടുക്കള കാണാം. അടുക്കള എത്തുന്നതിന് തൊട്ട് മുന്നേ ഇതുപോലെ ടേബിളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് അയൺ ചെയ്യാൻ വേണ്ടി മാത്രം. പിന്നെ വാഷ് ബേസും ഇവിടെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ട് ഒട്ടിച്ച ഒരു ചെറിയൊരു ട്രേയും, പിന്നെ കീ വെക്കാൻ വേണ്ടിയിട്ട് ഇതും ഫ്ലിപ്കാർട്ടിൽ തന്നെയാണ്. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലൊരു സ്ഥലം കാണാം. അപ്പോൾ ഇതും നമ്മുടെ അടുക്കളയല്ല, അടുക്കളയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ തറവാട്. ഒരു 10-40 കൊല്ലത്തെ പഴക്കം കാണും, ചിലപ്പോൾ അതിലും കൂടാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കിച്ചൺ. കിച്ചണിനെ കുറിച്ച് ഒരുപാടൊന്നും പറയാനില്ല, പക്ഷെ തറവാടിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഇനി മുകളിലത്തെ ബെഡ്റൂം വേണ്ടല്ലോ. അപ്പോൾ മുകളിലെത്തിയിട്ടുണ്ട്. മുകളിലെത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് ബെഡ്റൂമാണ്. അതായത് വലത്ത് സൈഡിൽ ഡ്രസ്സിങ് റൂമും ഇടത് സൈഡിൽ ബെഡ്റൂമാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ആൾ നല്ല ഉറക്കത്തില്ല, മോളിപ്പോൾ എണീച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കളിക്കുകയാണ്. അപ്പോൾ ഇതാണ് ബെഡ്റൂം. റൂമിൽ ഇതുപോലെ 2-3 ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡ്രസ്സിങ് റൂം കാണാം. ബാക്കിയുള്ള ഭാഗം ടെറസാണ് കേട്ടോ. അതായത് മുകളിൽ ഒരു ഡ്രസ്സിങ് റൂമും ഒരു ബാത്റൂമും ഒരു ബെഡ്റൂമും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഭാഗം ടെറസാണ്. അപ്പോൾ ഇതാണ് ബാത്റൂം. അപ്പോൾ അതിൻ്റെ സൈഡിൽ കാണുന്നത് ഡ്രസ്സിങ് ടേബിളാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അലമാരയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ബെഡ്റൂമിൽ അലമാരയില്ല, ഡ്രസ്സിങ് റൂമിനകത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാണ് നേരത്തെ പറഞ്ഞ ടെറസ് പറഞ്ഞില്ല, ആ ഡോറാണ് കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ഒരു ചെറിയൊരു ഹോം ടൂർ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മോളെയും കൂടിയും കൂട്ടിയിട്ടുണ്ട്. ഓക്കെ പറ, ഓക്കെ പറ, ഓക്കെ എന്ന് പറ.